വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. SSLCക്ക് ശേഷം അല്ലെങ്കിൽ +2 പഠനശേഷം വിദ്യാർത്ഥികൾക്ക് മികച്ച കരിയർ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട കോഴ്സുകളാണ് പോളി ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കോളേജുകൾ പ്രൊവൈഡ് ചെയ്യുന്ന പോളി കോഴ്സുകൾ. പലപ്പോഴും പല വിദ്യാർത്ഥികൾക്കും പോളി കോഴ്സുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അറിയാത്തതിൻ്റെ പേരിൽ ഈ കോഴ്സ് എടുക്കാത്തവരുണ്ട്. നിലവിൽ ജസ്റ്റ് SSLC യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ്, അതേപോലെ തന്നെ ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റ് എന്നിങ്ങനെ 2 കാറ്റഗറികളായിട്ട് വിവിധ കോഴ്സുകൾ, അതായത് ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട കോഴ്സുകളാണ് പോളി അഡ്മിഷൻ വഴി വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഗവൺമെൻറ്, അതേപോലെ തന്നെ എയ്ഡഡ്, അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് വിവിധ സബ്ജക്റ്റുകളിൽ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ പോളി അഡ്മിഷൻ 2025 അപേക്ഷ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ മികച്ച കരിയർ സാധ്യതയുള്ള ഈ കോഴ്സുകളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, എങ്ങനെ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കും, അപേക്ഷ രീതി, ആർക്കൊക്കെ അപേക്ഷ നൽകുവാൻ സാധിക്കും തുടങ്ങിയ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷനാണ് ഈ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ, അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് നോക്കുവാനും ആമുഖമായിട്ട് ഓർപ്പെടുത്താൻ. അപ്പോൾ പോളി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് ഗൂഗിളിൽ നിങ്ങൾ poly.admission.org എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഹോം പേജിലൂടെ നിങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് പോളി അഡ്മിഷൻ, അതായത് ഇതിന് മിനിമം ക്വാളിഫിക്കേഷൻ നേരത്തെ പറഞ്ഞ SSLC ആണ്. അപ്പോൾ SSLC യോഗ്യതയുള്ള എല്ലാവർക്കും ഈ പറയുന്ന പോളി അഡ്മിഷൻ അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി SSLCയോട് ശേഷം നിലവിൽ ഇപ്പോൾ +2 കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ, ഇനി +2 ഫെയിൽ ആയിട്ടുള്ള വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ ഈ പോളി അഡ്മിഷൻ ഇനിയും എടുക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോളി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏതൊക്കെയാണ് കോഴ്സുകൾ തുടങ്ങും ഓരോ കാര്യം നമുക്ക് 1 by 1 ആയിട്ട് നോക്കിയതിന് ശേഷം എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്ന് കൂടി നോക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ജസ്റ്റ് ഈ ഒരു ഹോം പേജിൽ ഈ ഒരു പ്രോസ്പെക്ട്സ് നിങ്ങൾക്ക് കൂടെ കാണാൻ സാധിക്കും. ആ ഒരു പ്രോസ്പെക്ട്സ് ജസ്റ്റ് നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം അപേക്ഷ ഡേറ്റ് ഒന്ന് നോക്കുക. നിലവിൽ ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്മിഷൻ അതായത് ജൂൺ 10 വരെ ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ പേയ്മെൻറ്റ് പേ ചെയ്യാൻ ജൂൺ 10 അപേക്ഷ കംപ്ലീറ്റ് ആക്കാൻ ജൂൺ 12 വരെ സമയമുണ്ട്. അതുകൊണ്ട് തന്നെ തിരക്ക് പിടിച്ച് അപേക്ഷ കൊടുക്കേണ്ട ആവശ്യമില്ല. പോളി അഡ്മിഷൻ ഏതൊക്കെയാണ് കോഴ്സുകൾ, അതിൻ്റെ സാധ്യതകൾ, ഏകദേശം 10-40ഓളം വളരെ പ്രധാനപ്പെട്ട കോഴ്സുകളാണ് പോളി അഡ്മിഷൻ വഴി വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വിദ്യാർത്ഥികൾ അപേക്ഷയിലോട്ട് വരിക. അപ്പോൾ അതിൽ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ്, അതേപോലെ ഫൈനൽ റാങ്ക് ലിസ്റ്റ്, അലോട്ട്മെൻറ്റ്, അതേപോലെ സ്പോട്ട് അഡ്മിഷൻ തുടങ്ങിയ ഓരോ കാര്യങ്ങളും ഡേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ കഴിഞ്ഞ വർഷം കൃത്യമായിട്ട് അറിയിച്ചതുപോലെ തന്നെ വിദ്യാർത്ഥികൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് എന്തൊക്കെ ചെയ്യണം, അതിൽ എഡിറ്റ് എന്തൊക്കെ ചെയ്യണം, അതേപോലെ ഫൈനൽ റാങ്ക് ലിസ്റ്റ്, അതേപോലെ അലോട്ട്മെൻറ്റ്, സ്പോട്ട് അഡ്മിഷൻ ഉൾപ്പെടെയുള്ള A to Z കാര്യങ്ങൾ പരമാവധി നമ്മുടെ ചാനൽ തന്നെ വിദ്യാർത്ഥികൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ, അത് ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി ഉറപ്പെടുത്താണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോസ്പെക്ട്സിൽ ഏകദേശം ഒരു ഐഡിയ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സ് എന്ന് പറയുമ്പോൾ ഡിപ്ലോമ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ 2 കാറ്റഗറിയാണ്, സ്ട്രീം 1, സ്ട്രീം 2, അതായത് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ്, അതേപോലെ തന്നെ ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റ്. അപ്പോൾ എഞ്ചിനീയറിംഗ് കോഴ്സുകളും അതേപോലെ മാനേജ്മെൻറ്റ് കോഴ്സുകളുമാണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് കോഴ്സുകൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അതിന് മുന്നോടിയായിട്ട് ജസ്റ്റ് ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ കൂടെ തന്നെ വിദ്യാർത്ഥികൾ ആരെങ്കിലും സ്പോർട്സ് കോട്ടയിൽ അപേക്ഷ കൊടുക്കുന്നവരുണ്ടെങ്കിൽ അവർ സെപ്പറേറ്റഡ് അപേക്ഷ കൊടുക്കണം. അതേപോലെ തന്നെ NCC കോട്ടയിൽ അപേക്ഷ കൊടുക്കുന്നവർ അവർ സെപ്പറേറ്റഡ് അപേക്ഷ കൊടുക്കണം. അതേപോലെ തന്നെ മാനേജ്മെൻറ്റ് കോട്ടയിലാണെങ്കിലും അവരും സെപ്പറേറ്റ് അപേക്ഷ കൊടുത്ത്, അതായത് ഇതിൻ്റെ കൂടെ തന്നെ ആദ്യം രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം ഇവർക്ക് ഓൺലൈനായിട്ട് സെപ്പറേറ്റ് അപേക്ഷ 1 ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഓൺലൈനായിട്ടുള്ള അപേക്ഷ തന്നെ ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ വിദ്യാർത്ഥികൾ കൊടുക്കാൻ സാധിക്കുന്നത്. പത്രത്തിൽ NCC, അതുപോലെ സ്പോർട്സ് കോട്ട, മാനേജ്മെൻറ്റ് കോട്ടയിൽ കൂടി അപേക്ഷ കൊടുക്കും. മാനേജ്മെൻറ്റ് കോട്ട എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, സെൽഫ് ഫിനാൻസ് കോളേജിൽ നിശ്ചിത ശതമാനം സീറ്റ് മാനേജ്മെൻറ്റ് ആണ്. അത്തരത്തിലുള്ള കോളേജിലൊക്കെ അപേക്ഷ കൊടുക്കുന്നവർ ജസ്റ്റ് ഈ ഒരു സെപ്പറേറ്റ് അപേക്ഷ കൊടുക്കാൻ വേണ്ടി കൃത്യമായിട്ട് ഇതിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അഡ്മിഷൻ സമയത്ത് വിദ്യാർത്ഥികൾ ഹാജരാക്കേണ്ട സർട്ടിഫിക്കറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് ഇതൊക്കെ അഡ്മിഷൻ സമയത്താണ്, എന്നാലും വിദ്യാർത്ഥികൾ അപേക്ഷയിലോട്ട് പോകുന്നതിന് ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾ സെറ്റാക്കി വെക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാൻ ജസ്റ്റ് നിങ്ങൾ SSLC സർട്ടിഫിക്കറ്റ് മതി. പലപ്പോഴും നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ജസ്റ്റ് SSLC ജസ്റ്റ് മതി. അത് നിങ്ങളുടെ ബർത്ത് പ്ലേസൊക്കെ SSLCയിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാൻ SSLC സർട്ടിഫിക്കറ്റ് മതി. അതിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ SSLC ആണ്, +2 അല്ല, SSLC മതിയാകും. അതോടൊപ്പം തന്നെ ഏതെങ്കിലും ക്ലെയിം ബോണസായിട്ട് ഏതെങ്കിലും ക്ലെയിം ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് അതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൈവശം ഉണ്ടായിരിക്കണം. കൂടാതെ SC BC OBC കാറ്റഗറിക്കാർ, അതായത് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, SC ST വിഭാഗക്കാർ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതോടൊപ്പം തന്നെ EWS വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ അവരുടെ EWS സർട്ടിഫിക്കറ്റ്, ഇനി എന്തെങ്കിലും ഡിഫറൻ്റ്ലി ആബിൾഡ് ആയിട്ടുള്ള സംവരണം ആഗ്രഹിക്കുന്ന, അതായത് ഡിസബിലിറ്റിയിൽപ്പെട്ടവരാണ് അവരുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. ഓക്കെ, ഇത്തരത്തിലുള്ള കോമൺ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൈവശം. നോർമലി എല്ലാ വിദ്യാർത്ഥികളും അപേക്ഷ കൊടുക്കുന്നവർക്കൊക്കെ ഈ സർട്ടിഫിക്കറ്റ് കൈവശം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അതൊക്കെ നിങ്ങളുടെ കൈവശം ഉണ്ടോ എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഉറപ്പ് വരുത്തുക. ഇനി അതോടൊപ്പം തന്നെ നമ്മൾ കോളേജുകളുടെ ലിസ്റ്റൊക്കെ പോകുന്നതിന് മുമ്പ് ഈ പ്രോസ്പെക്ട്സ് തന്നെ വിദ്യാർത്ഥികളുടെ ഫീ ഡീറ്റെയിൽസ് കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതായത്
പോളി കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് കേരളത്തിൽ ഗവൺമെൻറ് കോളേജസും അതുപോലെ എയ്ഡഡ് കോളേജസും അതുപോലെ സെൽഫ് ഫിനാൻസ് കോളേജും ഈ 3 കാറ്റഗറിയാണ് ഉള്ളത്. അപ്പോൾ 3 കാറ്റഗറിയിലും ഫീസിൻ്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ നോക്കാം, അതായത് ഗവൺമെൻറ് എയ്ഡഡ് കോളേജിൽ ഫീസ് താരതമ്യേന വളരെ കുറവായിരിക്കും, ചെറിയൊരു ട്യൂഷൻ ഫീസ് മാത്രമേ കൊടുക്കുള്ളൂ. എന്നാൽ സെൽഫ് ഫിനാൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ നിശ്ചിത ഫീസ് തന്നെ കൊടുത്ത് പഠിക്കണം. ഇപ്പോൾ തന്നെ വ്യത്യാസങ്ങൾ നോക്കുക, ഗവൺമെൻറ് എയ്ഡഡ് നിങ്ങൾ ഫീസ് നോക്കുക, അഡ്മിഷൻ ഫീ 275, ട്യൂഷൻ ഫീ ജസ്റ്റ് 1015, സ്പെഷ്യൽ ഫീ എന്ന് പറയുമ്പോൾ 955, അതേപോലെ 620, 350, 1000 ഈ ഒരു ഫീസാണ് വരുന്നുള്ളൂ. എന്നാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ജസ്റ്റ് സെൽഫ് ഫിനാൻസ് കോളേജിലെ വ്യത്യാസം നിങ്ങൾ നോക്കുക, 22,500, 35,500, 2020, 2,500, 5,000, 10,000 ഈ രീതിയിലാണ് പെർ ഇയർ ആയിട്ടുള്ള ഫീസ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി ഗവൺമെൻറ് എയ്ഡഡ് കോളേജിൽ തന്നെ കൊടുക്കുക. ഇനി മാർക്ക് കുറഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം പോളി എന്ന് പറയുമ്പോൾ ഈ കോഴ്സ് അത്രയും പേരുള്ളൊരു കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഒരു ഫീസ് പഠിച്ചാലും നിങ്ങൾക്ക് ഇതുവരെ നഷ്ടമൊന്നും വരില്ല. അതുകൊണ്ട് മാർക്ക് കുറഞ്ഞ സെൽഫ് ഫിനാൻസ് കോളേജിൽ നിങ്ങൾ കൊടുത്തിടുക. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇനി ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് വീണ്ടും ഹോം പേജിലോട്ട് വന്ന് അപേക്ഷയിലോട്ട് പോകുന്നതിന് മുമ്പ് വിദ്യാർത്ഥികൾക്ക് ഇവിടെ അനക്ഷർ ആൻഡ് സർട്ടിഫിക്കറ്റ് എന്ന ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെയാണ് കോളേജുകൾ, ഏതൊക്കെയാണ് പ്രോഗ്രാമുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്നാമതായിട്ട് ലിസ്റ്റ് ഓഫ് പോളിടെക്നിക് കോളേജസ് ആൻഡ് പ്രോഗ്രാംസ്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഏതൊക്കെയാണ് കോളേജുകൾ, അപ്പോൾ ഓരോ ജില്ലാ അടിസ്ഥാനത്തിലുള്ള കോളേജുകളുടെ ലിസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ട്രിവാൻഡ്രത്തുള്ള ലിസ്റ്റ്. ഓക്കെ, അതേപോലെ ഓരോ ജില്ലകളും ഇവിടെ കൃത്യമായിട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക്, അപ്പോൾ നിങ്ങൾ ആദ്യം ഇവിടെ കാണാൻ സാധിക്കും ഗവൺമെൻറ് എയ്ഡഡ് കോളേജ്. ഞാൻ നേരത്തെ പറഞ്ഞ ഫീസ് കുറഞ്ഞിട്ടുള്ള, അത് ഫീസ് ഇല്ലാതെ പഠിക്കാൻ പറ്റുന്ന കോളേജുകളാണ് ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകൾ. ആ ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളും ഓരോ കോളേജിലെയും കോഴ്സുകൾ, ഉദാഹരണത്തിന് സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. ഓക്കെ, അപ്പോൾ അത് ഞാനതിൻ്റെ കോഴ്സുകൾ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അതേപോലെ തന്നെ ഓരോ കോളേജിലും സീറ്റുകളുടെ എണ്ണം, ഒരു കോളേജിൽ തന്നെ സിവിൽ എഞ്ചിനീയറിംഗ് നോക്കാം 60, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 60, ഇലക്ട്രിക്കൽ 60, ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് 60, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് 60. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കോഴ്സ് എല്ലാ കോളേജിലും ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥി പഠിക്കാൻ ആഗ്രഹിക്കുന്നത് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആണ്, അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ അങ്ങനെ ആ സിവിൽ എഞ്ചിനീയറിംഗ് ഏതൊക്കെയാണ് ഗവൺമെൻറ് കോളേജിൽ നിങ്ങൾ കൃത്യമായിട്ടൊരു പേപ്പറിൽ എഴുതി വെക്കുക, എന്നിട്ട് മാത്രം നിങ്ങൾ അപേക്ഷയിലോട്ട് വരിക. ഓക്കെ, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതേപോലെ തന്നെ ലിസ്റ്റ് ഓഫ് ഗവൺമെൻറ്, അത് പോളിടെക്നിക് കോളേജിൽ തന്നെയുള്ള, അതായത് IHRD വിഭാഗത്തിൽ, ഇതും താരതമ്യേന ഫീസ് ഇല്ലാതെ, അത് ജസ്റ്റ് ഗവൺമെൻറ് IHRD ആണ്. അതും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. സീറ്റുകളുടെ എണ്ണം 60. അപ്പോൾ ഓരോ കോളേജിലും, ചില കോളേജിലില്ലാത്ത സബ്ജക്റ്റുകൾ ചില കോളേജിലുണ്ടാകും. അപ്പോൾ ഒട്ടുമിക്ക കോളേജിലും 5, 6, 7 കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുന്നത് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോഴ്സ് ഏതാണെന്നാണ്. അതിനുശേഷം നിങ്ങൾ ഈ പറയുന്ന കോളേജുകളെ ലിസ്റ്റ് നോക്കുക. അതായത് ഇവിടെ കാണാൻ സാധിക്കും ലിസ്റ്റ് ഓഫ് സെൽഫ് ഫിനാൻസ് കോളേജ്. അപ്പോൾ സെൽഫ് ഫിനാൻസ് കോളേജുകളും ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കോളേജുകളുടെ ലിസ്റ്റ്, ഇവിടെ ഓരോ കോളേജ് ബേസ് ആയിട്ടുള്ള ലിസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ സെൽഫ് ഫിനാൻസ് കോളേജ് നിങ്ങൾ നോക്കുന്നത് ടോട്ടൽ സീറ്റ് 60 ആണെങ്കിൽ മെറിറ്റിൽ 30 ആയിരിക്കും. ബാക്കി 30 മാനേജ്മെൻറ്റ് അതേപോലെ മറ്റു കാറ്റഗറിയിൽ പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫീസ് സ്ട്രക്ചർ മാനേജ്മെൻറ്റ് സീറ്റിലൊക്കെ വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്നവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു അപേക്ഷയോടൊപ്പം സെപ്പറേറ്റ് ആയിട്ട് മാനേജ്മെൻറ്റ് കോട്ട അപേക്ഷയുണ്ട്. അതിനുശേഷം നേരിട്ട് പോയിട്ട് നിങ്ങൾ കോളേജിൽ ഡാറ്റ സബ്മിറ്റ് ചെയ്യുകയും വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് അന്വേഷിക്കുന്നവർ നേരിട്ട് പോയിട്ട് ഈ പറഞ്ഞ സെൽഫ് ഫിനാൻസ് കോളേജിലും എയ്ഡഡ് കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുവാൻ സാധിക്കുന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ടോട്ടൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 50 കോളേജുകൾ ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് ഫിനാൻസ് കോളേജ് വിഭാഗത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സാധ്യതകൾ, അഡ്മിഷൻ സാധ്യതയുള്ള കോളേജുകൾ തന്നെയാണ് ഈ പറയുന്ന പോളി കോളേജുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലിസ്റ്റ് ഓഫ് പ്രോഗ്രാംസ് ആൻഡ് കോഴ്സ് ഇവിടെ എടുക്കുക. അപ്പോൾ നിങ്ങൾ നോക്കുക, 42 കോഴ്സുകളാണ് ഇപ്പോൾ നിലവിൽ പോളി ടെക്നിക്ക് വഴി വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള AI കോഴ്സുകൾ, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്. അപ്പോൾ നിങ്ങൾ അപേക്ഷ കൊടുക്കുന്ന വിദ്യാർത്ഥികൾ ഇവിടെ ഒരു പേപ്പർ എടുത്തിരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾ ഏത് കോഴ്സാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്? ആർക്കിടെക്ചർ, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ഞാൻ പറഞ്ഞതുപോലെ എഞ്ചിനീയറിംഗ് കോഴ്സുകളൊക്കെ സ്ട്രീം 1, അതുപോലെ ബാക്കിയുള്ള കോഴ്സുകളൊക്കെ മാനേജ്മെൻറ്റ് സ്ട്രീം 2 എന്നീ കാറ്റഗറിയിലാണ് വരിക. ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ അപേക്ഷ കൊടുക്കുമ്പോൾ പ്രോഗ്രാം കോഡാണ് ചോദിക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോഴ്സുകളുടെ പ്രോഗ്രാം കോഡ് ഇവിടെ നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. കാരണം അപേക്ഷ കൊടുക്കുമ്പോൾ പ്രോഗ്രാം കോഡാണ് ഇവിടെ കൊടുക്കുന്നത്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI ആണ്, എക്സാം റേഞ്ച് കോഡ് 38. ഓക്കെ, ആ രീതിയിൽ നിങ്ങൾ എഴുതി വെക്കണം. ഓക്കെ, അല്ലെങ്കിൽ തെറ്റിപ്പോകും. അതുകൊണ്ട് അത് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ അതോടൊപ്പം തന്നെ എല്ലാ കോഴ്സുകളുടെയും ഡ്യൂറേഷൻ ഞാൻ നേരത്തെ പറഞ്ഞാൽ 3 വർഷമാണ് ഡിപ്ലോമ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ. അതേപോലെ ചില കോഴ്സുകൾക്ക് 3 വർഷത്തിനിടയിൽ ട്രെയിനിങ് കോഴ്സ് കൂടി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് 3-4 വർഷം വരെ നിങ്ങൾ കോഴ്സിൻ്റെ ഡ്യൂറേഷനായിട്ട് കാണാം. അതേപോലെ നമ്മൾ നോക്കുക, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആൻഡ് ബിഗ് ഡാറ്റ, സിവിൽ എഞ്ചിനീയറിംഗ്, സൈബർ ഫോറൻസിക് ആൻഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി, കെമിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, കമ്മ്യൂണിക്കേഷൻ,
കൊമേഴ്ഷ്യൽ പ്രാക്ടീസ്, സിവിൽ, റൂറൽ എഞ്ചിനീയറിംഗ് എല്ലാ കോഴ്സുകളും ഒന്നിനൊന്ന് മികച്ച കോഴ്സുകളാണ്, യാതൊരു സംശയമില്ല. അപ്പോൾ അതുപോലെ ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളൂ, ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥി സംബന്ധിച്ചാൽ 5 കോഴ്സുകൾ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചാൻസ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോഴ്സ് ഏറ്റവും കൂടുതൽ കൊടുക്കുക. സാധാരണ രീതിയിൽ ഓപ്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഓപ്ഷൻസ് നിങ്ങൾ ഏറ്റവും കൂടുതൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഒരു ഉദാഹരണം ഇതിൽ നിങ്ങൾക്ക് 3 കോഴ്സാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, ആ 3 കോഴ്സ് നിങ്ങൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ 42 കോഴ്സുകളുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കുന്നില്ല. ഇതിലെല്ലാ കോഴ്സുകളും ഒന്നിനൊന്ന് മികച്ച കോഴ്സുകളാണ്. ലാസ്റ്റ് മൈക്രോ ഇലക്ട്രോണിക്സ്. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും സാധ്യതയുള്ള ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറയുന്ന 42 കോഴ്സുകളിൽ എല്ലാ കോളേജുകളും എല്ലാ കോഴ്സും പ്രൊവൈഡ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞാൽ ഏകദേശം ഈ 42-ൽ ഒട്ടുമിക്ക കോളേജുകളും 5-6 കോഴ്സുകൾ അല്ലെങ്കിൽ 6-7 കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സ് എവിടെയൊക്കെയാണുള്ളത് ആ രീതിയിൽ നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിനുശേഷം എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം വിദ്യാർത്ഥികൾ ജസ്റ്റ് ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒക്കെ ഒന്ന് വായിച്ച് നോക്കുക. ശേഷം നിങ്ങൾ വീണ്ടും ഹോം പേജിലോട്ട് വന്ന് വിദ്യാർത്ഥികൾ ജസ്റ്റ് 1 ടൈം രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്ക് കാണാൻ സാധിക്കും. ഓക്കെ, അത് നമ്മൾ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. 1 ടൈം രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ID കിട്ടും. ആ IDയിൽ നിങ്ങൾക്കൊരു യൂസർ ഐഡിയും പാസ്വേഡ് നിങ്ങൾക്ക് കിട്ടും. അത് യൂസർ ഐഡിയും പാസ്വേഡും 1 ടൈം രജിസ്ട്രേഷൻ വരെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിൻ വന്ന് നിങ്ങൾ ജസ്റ്റ് യൂസർ നെയിം പാസ്വേഡ് ടൈപ്പ് ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങളുടെ ബാക്കിയുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ്, അക്കാഡമിക് ഡീറ്റെയിൽസ്, അതായത് നിങ്ങളുടെ പേയ്മെൻറ്റ്, അതായത് അപേക്ഷയുടെ അപ്ലിക്കേഷൻ ഫീയും കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് കോളേജും ഓപ്ഷൻസും കൊടുക്കാൻ സാധിക്കുക. കോളേജും ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് എഴുതി വെക്കുക. കോളേജ് ഗവൺമെൻറ് എയ്ഡ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക, ശേഷം സെൽഫ് ഫിനാൻസ് കൊടുക്കുക. അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. സ്വന്തമായിട്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ അപേക്ഷ കൊടുക്കാം. ഇപ്പോൾ 1 ടൈം രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ നിങ്ങളുടെ അതായത് ജസ്റ്റ് SSLC ആണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ. SSLCയിൽ സ്വാഭാവികമായിട്ട് വിദ്യാർത്ഥികൾ മാത്സ്, സയൻസ്, ഇംഗ്ലീഷ് പഠിച്ചവരായിരിക്കും. അതുകൊണ്ട് SSLC ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാവർക്കും അപേക്ഷ കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. അത് നിങ്ങൾ മൊബൈൽ നമ്പറും ഇമെയിൽ ID നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്നത് തന്നെ ആയിരിക്കണം. ഓക്കെ, അതിനുശേഷം ജസ്റ്റ് പ്രൊസീഡ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങളുടെ നെയിം ഓഫ് ക്വാളിഫയിങ് എക്സാം, അത് SSLC ആണോ, THSLC ആണോ, CBSE ആണോ, ICSE ആണോ, NIOS ആണോ, അതാണ്. അപ്പോൾ ഈ പറയുന്ന എല്ലാ കാറ്റഗറിയിൽപ്പെട്ടവർക്കും ഈ പറയുന്ന പോളി കോഴ്സുകൾ അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ SSLC ആണ്, SSLC ക്ലിക്ക് ചെയ്തു. ഇയർ ഓഫ് പാസിംഗ്, എക്സാമിനേഷൻ, റിവിഷൻ നമ്പറോട് കൃത്യമായി ടൈപ്പ് ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള 1 ടൈം രജിസ്ട്രേഷൻ നിങ്ങൾക്ക്, അതായത് യൂസർ ID പാസ്വേഡ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും ഹോം പേജിലോട്ട് വന്ന് ലോഗിൻ ചെയ്ത് കാൻഡിഡേറ്റ് ലോഗിൻ വഴി ലോഗിൻ ചെയ്ത് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും കൃത്യമായ രീതിയിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള കോഴ്സ് നിങ്ങൾ ചൂസ് ചെയ്ത് നിങ്ങൾ ഇപ്പോൾ തന്നെ പോളി അപേക്ഷ കൊടുക്കുക. പോളിടെക്നിക് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ള ഓരോ കാര്യങ്ങളും A to Z കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ മറക്കാതെ ഒരിക്കൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുവാനും ബെല്ലൈക്കൻ എനാബ് ചെയ്ത് നോക്കുവാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിൽ സാധ്യതയുള്ള കോഴ്സുകളെ കുറിച്ച് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാനും ഉറപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് രചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.